ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധിർ രസ്യാധിഷ്ഠാനുമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. വിവർത്തനം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. ഭാവാർത്ഥം: ബദ്ധനായ ജീവാത്മാവിന്റെ ശരീരത്തിൽ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ശത്രു നിലയുറപ്പിച്ചിട്ടുള്ളത്. വിജയേച്ഛുവായ മനുഷ്യനു വേണ്ടി ആ ശത്രുകേന്ദ്രങ്ങൾ ഏതെല്ലാമെന്ന് ഭഗവാൻ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് മനസ്സ്. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ അത് വിഷയസുഖ അനുഭൂതികളുടെയൊക്കെ സംഭരണിയായി മാറുന്നു. അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കാമത്തിന്റെ കലവറകളായിത്തീരുന്നു. പിന്നീട് ബുദ്ധിയുടെ വിഭാഗവും കാമപ്രവണതകളുടെ കൂത്തരങ്ങാകുന്നു. ബുദ്ധിയാകട്ടെ ആത്മാവിന്റെ തൊട്ടടുത്ത അയൽക്കാരനും. കാമാവിഷ്ടമായ ബുദ്ധി ആത്മാവിനെ മിഥ്യാഹംഭാവം കൊണ്ട് ഭൗതിക പദാർത്ഥത്തോട്, അതായത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവയോട് സാത്മീഭവിക്കാനും പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് ആത്മാവ് വിഷയോപഭോഗങ്ങൾക്ക് അടിമപ്പെടുന്നതും അവയിലാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിക്കുന്നതും. ആത്മാവിന്റെ ഈ മിഥ്യാ അഹംഭാവത്തെപ്പറ്റി ഭാഗവതം ഭംഗിയായി വിവരിക്കുന്നുണ്ട്. യസ്യാത്മബുദ്ധി കുണപേ ത്രിധാതുകേ സ്വധീകളത്രാദിഷു ഭൗമ ഇച്ഛതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിച്ചിത് ജനേഷു സ ഏവ ഗോഖരഃ. ശ്രീമദ് ഭാഗവതം 10:84-13. ധാതുത്രയ നിർമ്മിതമായ ദേഹത്തെ ആത്മാവായും കളത്രാദികളെ സ്വബന്ധുക്കളായും ജന്മഭൂമിയെ പൂജനീയമായും കരുതി അതീന്ദ്രിയ ജ്ഞാനികളെ കണ്ടുമുട്ടണമെന്ന ലക്ഷ്യമില്ലാതെ സ്നാനത്തിനു വേണ്ടി മാത്രം തീർത്ഥാടനം നടത്തുന്നവൻ വെറും പശുവോ കഴുതയോ ആണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.